ശ്രീ DG സുരേഷിൻ്റെ ജീവിത വഴികളിലൂടെ ഒരവലോകനം. 3 ദശാബ്ദകാലത്തെ കർമ്മനിരതവും വിജയകരവുമായ സേവനം പൂർത്തിയാക്കി ശ്രീ DG സുരേഷ് കേരള ഹൈക്കോടതി സർവീസിൽ നിന്നും 2019 മെയ് 31 വിരമിക്കുകയാണ്. ഓർമ്മച്ചെപ്പുകൾ തുറക്കുമ്പോൾ ശ്രീ DG സുരേഷിൻ്റെ ജീവിത വഴികളിലൂടെ ഒരവലോകനം. 3 ദശാബ്ദകാലത്തെ കർമ്മനിരതവും വിജയകരവുമായ സേവനം പൂർത്തിയാക്കി ശ്രീ DG സുരേഷ് കേരള ഹൈക്കോടതി സർവീസിൽ നിന്നും 2019 മെയ് 31 വിരമിക്കുകയാണ്. ഇക്കാലം അത്രയും കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ വിവിധ സർവീസ് സംഘടനകളുടെയും ക്ഷേമപ്രവർത്തനങ്ങളിലും സാംസ്കാരിക തലത്തിലും നിറസാന്നിധ്യമായി കേരള ഹൈക്കോടതി ജോയിന്റ് രജിസ്ട്രാർ ശ്രീ DG സുരേഷിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ലഘുവായൊരു നഖചിത്രം ഞങ്ങളിവിടെ കോറിയിടാൻ ശ്രമിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ വൈപ്പിൻകര ചെറായിയിൽ ഒരു നിർധന ബ്രാഹ്മണ കുടുംബത്തിലെ ഗോപാലവാദ്യാർ രാധ ദമ്പതികളുടെ മകനായി 1963 മെയ് 10 ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം ചെറായി രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിൽ. 1979 SSLC പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ വിജയം നേടിയ ശേഷം പ്രീ ഡിഗ്രിയും ബിരുദ പഠനവും ആലുവ UC കോളേജിൽ. 1984 ധനതത്വശാസ്ത്രത്തിൽ ബിരുദവും നേടിയ ശേഷം തേവര SH കോളേജിൽ ബിരുദാനന്തര ബിരുദത്തിനായി തുടർ പഠനം. 1986 MA എക്കണോമിക്സ് ബിരുദവും. ബിരുദാനന്തര ബിരുദത്തിന് ശേഷം ചെറായിയിലെ അക്കാലത്തെ പ്രശസ്തമായ CPTCയിൽ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായി തൊഴിൽ ജീവിതം ആരംഭിക്കുന്നു. 1988 നടന്ന കേരള ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷയിൽ 9ാം റാങ്കോടുകൂടി വിജയം നേടി
ജൂൺ 13 ഹൈക്കോടതി സർവീസിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആയി ഔദ്യോഗിക നിയമനം. ക്രിമിനൽ സെക്ഷനിലെ ഓഫീസറായി ശ്രീ വില്യം സാറായിരുന്നു ഔദ്യോഗിക ജീവിതപാതയിലെ ആദ്യ ഗുരു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം വിരമിച്ചതിനെ തുടർന്ന് ശ്രീമതി കെ കോമളം സെക്ഷൻ ഓഫീസറായി നിയമിതയായി. 1989 ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട ഹൈക്കോടതി ജീവനക്കാരുടെ വാർഷിക ആഘോഷത്തിൽ ഹൈക്കോർട്ട് സ്റ്റാഫ് ഫെസ്റ്റ് 1989 അണിയറ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. യഥാർത്ഥത്തിൽ ഔദ്യോഗിക രംഗത്ത് പൊതുപ്രവർത്തനങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും നാന്ദി കുറിക്കലായിരുന്നു അത്. അടുത്ത വർഷം സാംസ്കാരിക സംഘടനയായ സമന്വയയുടെ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയും 1991 സെക്രട്ടറി ആവുകയും ചെയ്തതോടെ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും നായകത്വം അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. ഇത് പിന്നീട് ഹൈക്കോടതിയുടെ ചരിത്രത്തിലെ പിന്നീടുള്ള നിരവധി പുതിയ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കും കർമ്മ പദ്ധതികളിലേക്കുമുള്ള ഒരു ചുവടുവയ്പായിരുന്നു എന്ന് കാലം തെളിയിച്ചു. 1993 ഹൈക്കോടതി ജീവനക്കാർക്കായി ഒരു ക്യാൻറ്റീൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കപ്പെട്ടപ്പോൾ അതിന്റെ സ്ഥാപകനായ ശ്രീ VS ഈപ്പൻ, റിട്ടയർഡ് ഫിനാൻസ് ഓഫീസർ അനിയൻ കുഞ്ഞ് വർഗീസ് എന്നിവരോടൊപ്പം പ്രധാന ചുമതലകൾ നിർവഹിച്ചു. ഹൈക്കോടതി ജീവനക്കാർക്കായി തുറന്ന പ്രസ്തുത ക്യാൻറ്റീൻ എന്നും പൊതുസമൂഹത്തിനു കൂടി ഉപകാരപ്രദമായ രീതിയിൽ സേവനങ്ങളിൽ നൽകിപ്പോരുന്ന ഒരു സംരംഭമായി മാറിയെന്നതും അഭിമാനകരമായ വസ്തുതയാണ്. ഇതേ കാലയളവിൽ തന്നെ ഹൈക്കോടതി സ്റ്റാഫ് അംഗങ്ങളുടെ ക്ഷേമത്തിനായി ആരംഭിച്ച കേരള ഹൈക്കോടതി സ്റ്റാഫ് വെൽഫെയർ ഫണ്ട് സ്കീം രൂപീകരണത്തിലും നേതൃത്വപരമായ പങ്കുവഹിക്കുവാൻ ശ്രീ DG സുരേഷിന് കഴിഞ്ഞു. ഹൈക്കോടതിയിലെ മുഴുവൻ ജീവനക്കാരുടെയും സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1988 സ്ഥാപിതമായ കേരള ഹൈക്കോർട്ട് എംപ്ലോയീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രാരംഭകാലത്തിന് ശേഷം 1998 സംഘത്തിന്റെ പ്രസിഡന്റായി ശ്രീ DG സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്ത് ഒരു ചെറിയ മുറിയിൽ പ്രവർത്തിച്ചിരുന്ന സൊസൈറ്റിയുടെ ഓഫീസ് വിപുലീകരിക്കുകയും ബാങ്ക് കൗണ്ടർ മാതൃകയിൽ ക്രമീകരിക്കുകയും ചിട്ടികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് സംഘത്തിന്റെ പ്രവർത്തന മൂലധനം വ്യാപ്തി വർദ്ധിപ്പിക്കുവാനും കഴിഞ്ഞു. ഡയറക്ടർ ബോർഡ് മെമ്പർ, പ്രസിഡന്റ് എന്നീ നിലകളിലും ശ്രീ DG സുരേഷിന്റെ ആത്മാർത്ഥമായ സേവനം ഒരു ദശാബ്ദ കാലയളവോളം സംഘത്തിന് ലഭ്യമായി എന്നത് സ്മരണാർഹമാണ്. ഔദ്യോഗിക കൃത്യനിർവഹണവും ജീവനക്കാർക്കിടയിലെ ക്ഷേമ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുമിടയിൽ തന്നെ 1995 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അധീനതയിലുള്ള സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിൽ നിന്നും അദ്ദേഹം നിയമബിരുദവും കരസ്ഥമാക്കി. 2006 ഹൈക്കോടതിയുടെ പുതിയ കെട്ടിട സമുച്ചയത്തിൽ വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചതിനെ തുടർന്ന് ഒരു പുതിയ സ്റ്റാഫ് ക്യാൻറ്റീൻ കൂടി ജീവനക്കാർക്ക് ലഭ്യമായി. ഈ കാലയളവിലും ക്യാൻറ്റീൻ കമ്മിറ്റിയുടെ അധ്യക്ഷനും അമരക്കാരനും ശ്രീ DG സുരേഷ് ആയിരുന്നു. ഹൈക്കോടതിയിലെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും സന്ദർശകർക്കും ഏറെ പ്രയോജനകരമായി ക്യാൻറ്റീൻ ഇന്നും വിജയകരമായി പ്രവർത്തനം മുന്നേറുന്നു. ഹൈക്കോടതി സ്റ്റാഫിനും അഭിഭാഷക ഗുമസ്തർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ തീരെ ചെറിയ കുട്ടികളുടെ പരിപാലനത്തിനായി ഒരു ഡേ കെയർ കേന്ദ്രം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ശ്രീ DG സുരേഷും ശ്രീ ശുഭരാജ് പണിക്കറും എന്നിവർ കൂട്ടായി ഹൈക്കോടതിയിലെ മുതിർന്ന ന്യായാധിപന്മാരുടെയും രജിസ്ട്രാർമാരുടെയും മുന്നിൽ ഈ വിഷയം എത്തിക്കുകയും ബഹു ജസ്റ്റിസ് ശ്രീമതി KK ഉഷ വളരെ താല്പര്യമെടുത്ത് ഡേ കെയർ പ്രവർത്തനത്തിന് നടപടി കൈക്കൊള്ളുകയും രാംമോഹൻ പാലസിനോട് ചേർന്നുണ്ടായിരുന്ന അസോസിയേഷൻ കെട്ടിടത്തിൽ സ്ഥലം അനുവദിക്കുകയും ചെയ്തു. ഇന്ന് പുതിയ കോടതി സമുച്ചയത്തിലെ 7ാം നിലയിലെ F ബ്ലോക്കിലാണ് കൂടുതൽ സൗകര്യങ്ങളോടെ ബേബി കെയർ ഹോം പ്രവർത്തിക്കുന്നത്. ഇതേ കാലയളവിൽ തന്നെയാണ് ജീവനക്കാർക്കും അഭിഭാഷകർക്കും ഉൾപ്പെടെ സേവനത്തിനായി എത്തുന്നവർക്കും അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായ ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്ന ഹോസ്പിറ്റൽ ഡിസ്പെൻസറി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ ഇത് പ്രവർത്തിച്ചിരുന്നത് ദേവസ്വം ഓംബുഡ്സ്മാൻ ഓഫീസിന് സമീപമായിരുന്നുവെങ്കിലും ഇന്നത് പുതിയ സമുച്ചയത്തിൽ 8ാം നിലയിലെ B ബ്ലോക്കിൽ പ്രവർത്തിക്കുന്നു. ശ്രീ DG സുരേഷിന്റെ സംഘടനാ മികവിന്റെ കയ്യൊപ്പുകൾ ഏറ്റവും അധികം പതിഞ്ഞു കിടക്കുന്നത് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് വിവിധ ആഘോഷ പരിപാടികളുടെ നടത്തിപ്പിലാണ്. ഹൈക്കോടതി സുവർണ ജൂബിലി, വജ്ര ജൂബിലി, ഹൈക്കോടതി ദിനാഘോഷം, സമന്വയയുടെ രജത ജൂബിലി, ഹൈക്കോടതി ജീവനക്കാരുടെ സഹകരണ സംഘം രജത ജൂബിലി എന്നിവയുടെ വിജയങ്ങളുടെ അണിയറയിലും അരങ്ങിലും അദ്ദേഹത്തിന്റെ നേതൃപാടവം ശ്രദ്ധേയമായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തോളം ഹൈക്കോടതിയിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ നടത്തിപ്പിന്റെ അമരക്കാരനായി ശ്രീ DG സുരേഷ് ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിലെ
എല്ലാ വിഭാഗം ജീവനക്കാരുടെയും ഒപ്പം തന്നെ സമുന്നതരായ ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും ഗുമസ്തരുടെയും എല്ലാം പരിപൂർണ പങ്കാളിത്തമുള്ള വലിയ സാംസ്കാരിക മേളകളാക്കി മാറ്റിയെടുക്കുവാൻ ശ്രീ കെ രാജൻ, ശ്രീ എം എ സ്നേഹജൻ, ശ്രീ എൻ കെ രമേശൻ, ശ്രീമതി സ്മിത പഞ്ചവടി, ശ്രീ ബിനു ആന്റണി എന്നിവരുൾപ്പെടുന്ന ഒട്ടനവധി സംഘടനാ പ്രവർത്തകർ സംഘാടക സമിതിയുടെ സഹകരണത്തോടെ നേതൃസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് കേരളത്തിലെ പ്രമുഖരായ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടുന്ന സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിരവധി മഹാരഥന്മാരെ ഇത്തരം പരിപാടികളിൽ പങ്കാളികളും അതിഥികളുമായി എത്തിച്ചുകൊണ്ട് ഈ മേളകളെ കൂടുതൽ ആകർഷകമാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഭാര്യ ആർ മഞ്ജുള വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായി ജോലി ചെയ്യുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നിരവധി അംഗീകാരങ്ങൾ നേടിയെടുത്ത മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയായി ഇന്നും സമൂഹത്തിന് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മകൻ വൈശാഖ് എസ് ബാവൻസ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ MBA ഫൈനൽ ഇയർ വിദ്യാർത്ഥി. മകൾ സുമിത സുരേഷ് വിവാഹിതയായി കൊച്ചിയിലെ പ്രമുഖ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായ ശ്രീ വെങ്കടേഷനും 1.5 വയസ്സുള്ള മകൻ സിദ്ധാർത്ഥിനുമൊപ്പം കുടുംബിനിയായി കഴിയുന്നു. നല്ലൊരു ഗൃഹനാഥനായിരുന്നു കൊണ്ട് തന്നെ ഔദ്യോഗിക ജീവിതത്തിലെ ഔന്നത്യങ്ങൾ കീഴടക്കുമ്പോഴും ഉത്തമമായ പൗരബോധവും പൊതുബോധവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പച്ച മനുഷ്യനായി ജനകീയ വേദികളിലും കലാ സാംസ്കാരിക മണ്ഡലങ്ങളുമായി ശ്രീ DG സുരേഷിന്റെ സാമൂഹിക ബന്ധങ്ങളും പ്രവർത്തനങ്ങളും ഇഴചേർന്ന് കിടക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. 4 പതിറ്റാണ്ടുകളോളമായി പാലാരിവട്ടത്തിന്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന സാംസ്കാരിക പ്രസ്ഥാനമായ മാസാർട്സ് കൊച്ചിൻ സംഘടനയുടെ രക്ഷാധികാരിയും പ്രവർത്തകനുമായും ജാതിമത രാഷ്ട്രീയ ഭേദങ്ങളില്ലാത്ത ജനകീയ പ്ലാറ്റ്ഫോമായ എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിലിന്റെ സാരഥിയായും മഹാകവി കുമാരനാശാൻ സാംസ്കാരിക കേന്ദ്രത്തിന്റെ അധ്യക്ഷനായും ശ്രീ DG സുരേഷ് പൊതുസമൂഹത്തിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുകയാണ്. 1988 അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആയി ഹൈക്കോടതി സർവീസിൽ പ്രവേശിച്ച ശ്രീ DG സുരേഷ് അസിസ്റ്റന്റ് ഗ്രേഡ് 1, സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്, കോർട്ട് ഫ്രീ എക്സാമിനർ, കോർട്ട് ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്നിങ്ങനെ പടിപടിയായുള്ള ഔദ്യോഗിക കയറ്റങ്ങളിലൂടെ ഉയർന്നു വന്നു. ഇന്ന് കേരള ഹൈക്കോടതിയിലെ 2000-ഓളം വരുന്ന ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥരുടെ ട്രഷറി സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ അധികാരമുള്ള ജോയിന്റ് രജിസ്ട്രാർ പദവിയിൽ എത്തി നിന്നുകൊണ്ട് ആണിപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും അദ്ദേഹം വിരമിക്കുന്നത്. കൃത്യതയുടെയും ചാരിതാർത്ഥ്യത്തോടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും പടിയിറങ്ങുന്ന ശ്രീ DG സുരേഷിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേരുന്നു. പ്രകൃതിയെയും മനുഷ്യരെയും ഇത്രയേറെ ആഴത്തിൽ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിഭ സമൂഹത്തിൻ്റെ ഇതര മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രയോജനകരമായി ഭവിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.
കൃത്യതയുടെയും ചാരിതാർത്ഥ്യത്തോടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും പടിയിറങ്ങുന്ന ശ്രീ DG സുരേഷിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസകൾ നേരുന്നു. പ്രകൃതിയെയും മനുഷ്യരെയും ഇത്രയേറെ ആഴത്തിൽ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രതിഭ സമൂഹത്തിന്റെ ഇതര മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രയോജനകരമായി ഭവിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.